ഹലോ മക്കളെ, മിഷാൻ സാറാണ്. വെൽക്കം ടു എക്സാമിനർ. നമ്മുടെ പാർട്ട് 8 വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. വെരി ഇമ്പോർട്ടൻ്റ്. ഇത് പഠിക്കാതെ ഒരു മക്കളും എക്സാമിന് പോകരുത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. എന്താണ് മക്കളെ ക്രിട്ടിക്കൽ കോൺ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ? എടാ, ഒരു ലൈറ്റിന് ഒരാഗ്രഹം എന്ത് അറിയോ? എന്താഗ്രഹം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഭാഗത്തു നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക്, പ്രകാശിക സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഭാഗത്തേക്ക് പോകാൻ ഒരാഗ്രഹം. അങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എടാ ഒരു ലൈറ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇവിടെയാണ് എന്തുണ്ടാവുക? നോർമൽ ഉണ്ടാവും, ഇല്ലേ? നോർമൽ ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. പക്ഷേ എല്ലാവരും നെട്ടിച്ചുകൊണ്ട് ആ ലൈറ്റ് പോയത് എങ്ങനെയാ അറിയോ? ഇങ്ങനെയാണ്. അതിൻ്റെ റിഫ്രാക്റ്റഡ് റേ എങ്ങനെ പോയത്? ഇങ്ങനെയാണ് പോയത്. എടാ, ഇതാണ് ഇൻസിഡൻറ്റ് റേ, നിങ്ങൾക്കറിയാം അല്ലേ? പതനരശ്മി. ഇതാണ് റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി. എടാ, ഇവിടുത്തെ ആംഗിളിന് എന്താ വിളിക്കുക? അപവർത്തന കോൺ അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ. അത് എത്ര കണ്ടാൽ എല്ലാ മക്കൾക്കും അറിയാം 90 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് അറിയാത്തൊരു ആംഗിൾ ഉണ്ടല്ലോ അവിടെ. അറിയാത്ത ആംഗിൾ ഉണ്ടല്ലോ. ഏതാ സാറേ? ഈ ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും എന്ത് അറിയോ? ക്രിട്ടിക്കൽ ആംഗിൾ. ആ പരിപാടി സാർ ഒന്നുകൂടെ പറയട്ടെ. എടാ, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഒരു ലൈറ്റിനൊരു ആഗ്രഹം എവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ? ഒപ്റ്റിക്കലി ഡെൻസറിന് ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിലേക്ക് പോകാൻ. എടാ, പ്രകാശസാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ഒരു പ്രകാശം പോകുന്നത്. പ്രശ്നമുണ്ടോ? അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. എങ്ങനെയാടാ? വെൻ എ ലൈറ്റ് റേ എൻ്റർ ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു ഒപ്റ്റിക്കലി റെയറർ മീഡിയം. എടാ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മികൾ കടന്നു പോവാണ്. അപ്പോഴെന്താ ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിച്ചോ, ഇവിടുത്തെ കോണത്രയുടെ 90 ഡിഗ്രി. ഇവിടുത്തെ എത്ര എന്നുള്ള ആർക്കും അറിയൂല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയാറോ? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് അറിയൂലല്ലോ, അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറിയൂല എന്നുള്ളത് നമ്മൾ എന്ത് പറയുന്നു? അറ്റ് വിച്ച്. എന്നിട്ട് നമുക്ക് അറിയുന്ന ആംഗിളാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എത്ര നമുക്കറിയാം? 90 ഡിഗ്രി. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം ലൈറ്റ് എവിടെ നിന്ന് പോയി? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റെയർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോയി. ഓക്കെ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറിയോ? ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ പറയും അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കം എന്താവണം? 90 ഡിഗ്രി. അത് നമുക്ക് അറിയുന്നതാ. സിമ്പിളാ മക്കളെ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കിടക്കുന്ന സമയത്ത് നമ്മുടെ അപവർത്തന കോണ് 90 ഡിഗ്രി ആണെങ്കിലുള്ള നമ്മുടെ പതന കോണിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ. ഓക്കെ, അപവർത്തന കോൺ നമുക്ക് അറിയാം. പതനക്കോണിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ എന്നുള്ളത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മക്കളെ. സിമ്പിളാണ്, ഹമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പഠിക്കണം. പിന്നെ ഒരു വീഡിയോയും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ തീരുവാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.